ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഡെൻഡ്രോബിയത്തിൻ്റെ വേനൽക്കാലത്ത് എന്തൊക്കെ കെയറിങ് നമ്മൾ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊരു വീഡിയോ ആണ്. അതിൻ്റെ കൂട്ടത്തിൽ 2 ഓർഗാനിക് വളങ്ങളെ കൂടെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ വേനൽക്കാലമായി കഴിഞ്ഞാൽ ഓർഗാനിക് വളങ്ങൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിൽ കാണിച്ചിരിക്കുന്നതൊക്കെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലെ ഡെൻഡ്രോബിയം ആണ്. ഇവിടുത്തെ പ്ലാന്റ്സൊക്കെ കണ്ടിട്ടാണ് എനിക്ക് ചെടികൾ ഡെൻഡ്രോബിയം ഒക്കെ വളർത്താനുള്ള ഒരു ഇൻസ്പിറേഷനൊക്കെ ഉണ്ടായത്. ഭയങ്കര രസമാണ് ഇവിടെ എല്ലാം പൂവിട്ട് നിൽക്കുന്നതൊക്കെ കാണാൻ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇവിടെ പൂവൊക്കെ ഇടുമ്പോൾ കാണാനൊക്കെ വരാറുണ്ട്. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ചോദിക്കാനും സീഡ്ലിങ് വാങ്ങിക്കാനും ഒക്കെ ഇവിടെ വരാറുണ്ട്. അപ്പോൾ നമ്മൾ വേനൽക്കാലത്ത് നനയ്ക്കുന്നതൊക്കെ 2 നേരം നനയ്ക്കുന്നത് നല്ലതായിരിക്കും. രാവിലെയും വൈകിട്ടുമൊക്കെ നന കൊടുക്കുന്നത് നല്ലതാണ്, കാരണം അത്രയ്ക്ക് ചൂടാണല്ലോ. ഇത് എൻ്റെ കയ്യിലുള്ള ഒരു ഡെൻഡ്രോബിയം പൂവിട്ടതാണ്. ഞാൻ ഈ ചകിരി ഒക്കെ തുണ്ടുമൊക്കെ ഈ വെച്ചിരിക്കുന്ന പോട്ടിലൊക്കെ വെച്ചിട്ടുണ്ട്. അത് വേനൽക്കാലത്ത് ചെടികൾക്കൊരു കൂളിംഗ് കിട്ടാൻ നല്ലതായിരിക്കും. നമ്മൾ നനച്ച് കഴിഞ്ഞാലും കുറച്ച് ഈർപ്പമൊക്കെ നിൽക്കും. പക്ഷേ മഴക്കാലം ആകുമ്പോൾ ഫംഗസൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ പ്ലാന്റിന് വെയിലടിച്ചിട്ട് അതിൻ്റെ ഇലയൊക്കെ മഞ്ഞളിച്ച് പോയതാണ്. കുറച്ച് ഒരു മാസത്തോളമായി, 1 മാസത്തിന് മുകളിലായി. വലിയ കുഴപ്പമൊന്നുമില്ല. പുതിയ നാമ്പൊക്കെ വരുന്നുണ്ട്. അതിലെല്ലാം ഞാൻ തൊണ്ട് ചകിരിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ പ്ലാന്റ്സിനൊരു കൂളിംഗ് കിട്ടാൻ നല്ലതാണല്ലോ. പിന്നെ എൻ്റെ ഒരു ഡെൻഡ്രോബിയം അത് നേരത്തെ വാങ്ങിയതായിരുന്നു. അതിന് 2ാമതും പൂവിട്ട് വന്നു. നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചുള്ള ഓർഗാനിക് വളങ്ങൾ കൊടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് ഈ ചൂട് കാലത്ത്. നമ്മൾ മഴക്കാലത്ത് ഓർഗാനിക് വളങ്ങൾ കൊടുത്താൽ ഫംഗൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ ചകിരി ഒന്ന് ട്രീറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഇന്നത്തെ ഓർഗാനിക് വളങ്ങളിൽ ഒന്ന് ഉള്ളിത്തോലാണ്. ധാരാളം മഗ്നീഷ്യം, അയൺ, കാൽസ്യം, പൊട്ടാസ്യം അങ്ങനെയുള്ള മിനറൽസിൻ്റെ ഒരു കലവറയാണ് ഉള്ളിത്തോലെന്ന് പറയുന്നത്. അത് നമ്മൾ വെള്ളത്തിൽ 1 ദിവസം ഇട്ടതിന് ശേഷം എടുത്തു കഴിഞ്ഞാൽ ആ വെള്ളം നമ്മൾ ഇരട്ടി ഈ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് ചെടികൾക്ക് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇത് നേരെ ഡയറക്റ്റ് ഞാൻ ചെടികൾക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴേ അതിനകത്തെ കരിയിലും കരിക്കട്ടയിലും തൊണ്ടിലും എല്ലാം നല്ലതായിട്ട് പിടിച്ചിരിക്കുകയും ചെയ്യും. അടുത്തതെന്ന് പറയുന്നത് തേങ്ങാവെള്ളം പുളിപ്പിച്ചതാണ്. എല്ലാവരുടെയും വീടുകളിൽ കാണുമല്ലോ. ഒരു ഗ്രോത്ത് ഹോർമോണിൻ്റെ കലവറ തന്നെയാണ് തേങ്ങാവെള്ളം. അപ്പോഴേ റൂട്ട് സിസ്റ്റത്തിനൊക്കെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്യാൻ തേങ്ങാവെള്ളം സഹായിക്കും. പുളിപ്പിച്ച തേങ്ങാവെള്ളം 5 ഇരട്ടി വെള്ളത്തിൽ വേണം ഉപയോഗിക്കാൻ. സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഞാനിപ്പം ഡയറക്റ്റ് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇത് സ്പ്രേയറിലൊക്കെ പോയി സ്റ്റക്കായിരിക്കും ഇതിൻ്റെ ഇടയിലുള്ള പൊടിയൊക്കെ ചിലപ്പോഴും. അടുത്തതെന്ന് പറയുന്നത് വേനൽക്കാലത്ത് നമുക്ക് ചെയ്യാവുന്ന സീഡ്ലിങ്സ് അല്ല, എല്ലാ പ്ലാന്റ്സും ചെയ്യാവുന്നതാണ്. എന്താണെന്ന് മനസ്സിലായോ? ഞാൻ ട്രെയിൽ കുറച്ച് വെള്ളമൊക്കെ നിറച്ചിട്ട് സീഡ്ലിങ്സ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഇതിൽ ഇറക്കി വെച്ചിരിക്കുകയാണ്. 1 മണിക്കൂറൊക്കെ വെച്ചാലും ഒന്നും കുഴപ്പമൊന്നുമില്ല. ഇതിനകത്ത് ഒഴിച്ചിരിക്കുന്ന വെള്ളം എന്ന് പറയുന്നത് ഫുൾ മുങ്ങാത്ത രീതിയിൽ നമ്മൾ വെച്ചിരുന്നാൽ മതി. അപ്പോൾ പ്ലാന്റ്സിനൊരു നല്ലൊരു കൂളിംഗ് കിട്ടും. പിന്നെ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും വളമൊക്കെ ആഡ് ചെയ്തിട്ടും ആ വെള്ളത്തിൽ ചേർത്തിട്ട് നമുക്ക് ഇറക്കി വെക്കാവുന്നതാണ്. അതും വേനൽക്കാലത്ത് ചെയ്യാവുന്ന ഒരു നല്ല കാര്യം തന്നെയാണ്. ചെടികൾക്ക് നല്ലൊരു തണുപ്പ് കിട്ടും. നമുക്ക് തന്നെ അറിയാമല്ലോ ഇപ്പോഴത്തെ ചൂടിൻ്റെ ആ കാഠിന്യം. 3/4 ഭാഗം നിറയുന്ന രീതിയിൽ വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോഴേ ഇതിൻ്റെ ആ റൂട്ടൊക്കെ ആ വെള്ളത്തിൽ ടച്ച് ചെയ്ത് ഇരിക്കുകയും ചെയ്യും. ചിലരാണെങ്കിൽ ഡെൻഡ്രോബിയം ഒക്കെ വെള്ളത്തിൽ വളർത്തുന്നവർ ഉണ്ടെന്ന് കണ്ടിട്ടുണ്ട്. ചിലരൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് വലിയ പ്ലാന്റ്സൊക്കെ ഉണ്ടെങ്കിൽ ബക്കറ്റിൽ ഇറക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ബക്കറ്റിൽ നമ്മൾ ഇറക്കി വെക്കുമ്പോൾ ആ വെള്ളത്തിൽ നമുക്ക് എന്തെങ്കിലും വളങ്ങളൊക്കെ ആഡ് ചെയ്ത് ആണെങ്കിൽ ആ കരിക്കട്ടയിലും അതിലാണ്ട് പോട്ടി മിക്സിൽ അത് പിടിച്ചിരിക്കും. അപ്പോഴേ ഇന്നത്തെ ടിപ്സൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഒരു കുഴപ്പമില്ല. താങ്ക്സ് ഫോർ വാച്ചിങ്.